ഹരിയാനയിലെ വോട്ടുകൾ ആരോപണമാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അത് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മറുപടി നൽകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഹരിയാനയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുലിന് വിശദമായിട്ടുള്ള മറുപടി നൽകുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. അതേസമയം വോട്ടുകൾ ആരോപണത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഹരിയാനയിൽ ഇന്ന് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം അത് ഗുരുതരമാണ്, വോട്ട് ചോരി അത് തുടരുകയും ചെയ്യുകയാണ്. പക്ഷേ ഇതിനിടയിൽ മറ്റ് ചില റിപ്പോർട്ടുകളും വരുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ സ്വീറ്റി എന്നുള്ള പേര് ഇന്നലെ രാഹുൽ പരാമർശിക്കുകയുണ്ടായി. പക്ഷേ സ്വീറ്റി തന്നെ പല രാജ്യാന്തര മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു, ഞാൻ വോട്ട് ചെയ്തതാണ് എന്ന്. അതിലെന്താണ് വസ്തുത? എന്തോ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും ഉയർത്തുകയും ചെയ്തത്. അതിന് പിന്നാലെ ചില തെളിവുകൾ നിരത്തിയതിൽ അതിൽ ഒരു ബ്രസീൽ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് ഏകദേശം 22ഓളം വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അതിൽ ചില പേരുകൾ പരാമർശിച്ചിരുന്നു. അതായത് സ്വീറ്റി, സരസ്വതി, അങ്ങനെ നീളുന്ന 22ഓളം പേരുകൾ അത് ആ ഒരു ചിത്രം ഉപയോഗിച്ചുകൊണ്ട് പല അഡ്രസ്സുകളിലായി വോട്ട് രേഖപ്പെടുത്തിയതായിട്ടുള്ള തെളിവുകളായിരുന്നു പുറത്തുവിട്ടത്. അതിലൊരാളാണ് സ്വീറ്റി എന്ന് പറയുന്നത്. അത് യഥാർത്ഥ വോട്ടറാണ് എന്നടക്കം അവകാശപ്പെട്ടുകൊണ്ട് താൻ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്ന അവകാശവാദവുമായി ഇപ്പോൾ ചില മാധ്യമങ്ങൾക്ക് പ്രതികരണവുമായി ഇവർ തന്നെ രംഗത്ത് വരുന്നുണ്ട്. താൻ ആ സമയത്ത് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോൾ തൻ്റെ പേരും അഡ്രസ്സും ഒക്കെ സെയിം ആയിരുന്നു, പക്ഷേ തൻ്റെ ചിത്രം മറ്റൊരാളുടേതായിരുന്നു എന്ന് അപ്പോൾ തന്നെ പരാതി താൻ ഉന്നയിച്ചതാണ്. പക്ഷേ തനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതായിരുന്നു അവർ ഇപ്പോൾ പറഞ്ഞു വെക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു ചിത്രം മറ്റൊരുടേതായിട്ട് വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യാനാകുമെന്നുള്ള ചോദ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത്. അതിന് സമ്മതിച്ചുവെങ്കിൽ അവിടുത്തെ BLOമാർ എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്? അക്കാര്യത്തിൽ എങ്ങനെ ഈ വോട്ടറെ വോട്ട് ചെയ്യാൻ അനുമതി നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി തുടങ്ങിയ ചോദ്യങ്ങൾ നിരവധിയായി നിലനിൽക്കുകയും ചെയ്യുന്നുള്ള ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം. ഏകദേശം 25 ലക്ഷത്തോളം വോട്ടുകൾ കള്ളവോട്ടായി ഹരിയാനയിൽ പോൾ ചെയ്തു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം നിലനിൽക്കുന്നു. ഇക്കാര്യത്തിലാണ് ഇത് സംബന്ധിച്ച ഉള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അതിനുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഇന്നുണ്ടായേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ബ്രസീൽ മോഡൽ എന്ന് പറയുന്നത് ലാരിസ എന്നുള്ള ഒരു യുവതിയാണ്. അവർ ഇപ്പോൾ പ്രതികരണവുമായി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തൻ്റെ ഫോട്ടോ വെച്ച് ഇത്തരത്തിൽ ചില ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുന്നു. ഇന്ത്യയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ തൻ്റെ ഫോട്ടോ പലയിടങ്ങളിലായി വ്യാപകമായി പ്രചരിക്കുന്നത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് തന്നെ വളരെയധികം ഞെട്ടിച്ചു. എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് അവർ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ നൽകിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ പങ്കുവെച്ചതിലൂടെ ഒരു മറുപടി അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. ചില ചോദ്യങ്ങൾ കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റൊരു രാജ്യത്തെ ഒരു പൗരയുടെ അല്ലെങ്കിൽ അവിടുത്തെ യുവതികളുടെ ഫോട്ടോ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ വരുന്നു? അക്കാര്യത്തിലൊക്കെ കൃത്യമായ അന്വേഷണം നടക്കാറില്ലേ എന്നടക്കമുള്ള ചില ചോദ്യങ്ങൾ കൂടി അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. അതാണ് ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എങ്ങനെ ഈ വോട്ടർ പട്ടികയിൽ ഈ 22 ഇടങ്ങളിൽ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ചിത്രം എങ്ങനെ ഈ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു? അതിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ക്രമക്കേടുണ്ടായിട്ടുള്ളത്? അത് ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചതാണെങ്കിൽ അതിന് കൃത്യമായ മറുപടി നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ അക്കാര്യത്തിൽ എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതല്ല, മുൻപ് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൽ ചില ബാലിശമായിട്ടുള്ള മറുപടിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നത്. അതായത് എന്തുകൊണ്ട് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ ബൂത്ത് ലെവൽ ഏജന്റുമാർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചില്ല? അന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് പരാതിയുമായി രംഗത്ത് വന്നില്ല? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം തോൽവി ഉറപ്പായതിനു ശേഷം എന്തുകൊണ്ട് ഇങ്ങനെ ചില ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ രംഗത്ത് വരുന്നു? അത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന തരത്തിലുള്ള ചില പ്രതികരണമായിരുന്നു ഗ്യാനേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്ത്. അതേ രീതിയിൽ തന്നെ ആയിരിക്കാമോ ഈ വിഷയത്തിലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയിരിക്കുന്നു. എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് സംബന്ധിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ഇത് സംബന്ധിച്ചുള്ള പ്രതികരണവുമായി രംഗത്ത് വരുമെന്നാണ് നമുക്ക് പ്രതിഷേധവുമായി നീങ്ങാനുള്ള ശ്രമത്തിലാണല്ലോ കോൺഗ്രസ്. ഇനി ഹരിയാനയിൽ ഇന്ന് എന്തൊക്കെയാണ് പരിപാടി? ഇന്ന് ഹരിയാനയിൽ പ്രതിഷേധം ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടല്ലോ.
രാജ്യമെമ്പാടും ഈ ഒരു വോട്ട് ചോരി ആരോപണം ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് കോൺഗ്രസ്, പ്രത്യേകിച്ച് ഇന്ത്യ ബ്ലോക്ക് കച്ചകൂട്ടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യഘട്ടം എന്ന രീതിയിൽ ഈ ഹരിയാനയിൽ വ്യാപകമായി ഇന്ന് പ്രതിഷേധത്തിനാണ് തയ്യാറെടുത്തിരിക്കുന്നത്. അതായത് ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്രയും വലിയൊരു ആറ്റം ബോംബെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ചില വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ വിഷയം ബീഹാറിൽ എങ്ങനെ ബാധിക്കാൻ പോകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വ്യാപകമായ രീതിയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരും ദിവസങ്ങളിലും വലിയ രീതിയിൽ ചർച്ചയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇന്ത്യ സഖ്യം ലക്ഷ്യം വെക്കുന്നത്. ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വിജയിക്കുമെന്ന് കണ്ടാൽ അവിടെ അട്ടിമറി നടത്തിക്കൊണ്ട് BJP അവിടെ കടന്നു കയറും. ആ രീതിയിലാണ് കഴിഞ്ഞ നാളുകളിൽ പല സംസ്ഥാനങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരിക്കും സ്വാഭാവികമായും നേതാക്കൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ BJPയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം തന്നെ വരികയും ചെയ്യുന്നു. അതായത് ബീഹാറിൽ ഇത്തരത്തിൽ ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ പരാജയപ്പെടുമെന്നുള്ള ഭീതി അവർക്കുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത്. ഒപ്പം തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അവർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതേ ചോദ്യങ്ങൾ ഈ BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ ആ സമയത്ത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച വേളയിൽ ഈ വിഷയം ഉന്നയിച്ചില്ല? ഇപ്പോൾ മാസങ്ങൾക്കിപ്പുറം, അതും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾക്കിപ്പുറം ഇങ്ങനെ ഒരു ആരോപണവുമായി കോൺഗ്രസ് വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അത് മുന്നിൽ കണ്ടാണ്, അത് സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ചില ആരോപണങ്ങളുമായിട്ട് വരുന്നത്. അത് തെളിവടക്കം ഹാജരാക്കാനും അല്ലെങ്കിൽ അതിന് കൃത്യമായ പരാതി നൽകാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല കോൺഗ്രസ് നേതൃത്വം എന്നുള്ള ചില ആരോപണമാണ് ഇത് സംബന്ധിച്ച് BJP നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. എന്തായാലും രാജ്യമെമ്പാടും വലിയ വ്യാപക പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ സഖ്യം നീങ്ങുന്നു. കോൺഗ്രസ് പ്രത്യേകിച്ച് ഹരിയാനയിൽ ഇന്ന് വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ശരി മിഥുൻ, എന്താണെങ്കിലും ഹരിയാനയിൽ പ്രതിഷേധം ഉണ്ടാകും. ഈ എത്രമാത്രം ഈ തെരഞ്ഞെടുപ്പ് വേദികൾ ഇതൊക്കെ ചർച്ചയാക്കാൻ കഴിയുമെന്നുള്ളതായിരിക്കും മഹാസഖ്യത്തിൻ്റെ അതിൽ വിജയമെന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധി എന്താണെങ്കിലും ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കുന്നതിൻ്റെ മണിക്കൂറുകൾ മുമ്പാണ് ഒരു ഫയൽസ് ബ്രേക്കിംഗ് എന്നുള്ള മട്ടിൽ ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയത്. ഹരിയാനയിലേതാണ് സംഭവങ്ങൾ. എന്താണെങ്കിലും ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. അവിടെ ഇതൊക്കെ പ്രതിഫലിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.